നമസ്കാരം. മുൻ DGP ജേക്കബ് തോമസിൻ്റെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ 4 വർഷമായിട്ട് നൽകാതെ ബുദ്ധിമുട്ടിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ആനുകൂല്യങ്ങൾക്കായി ജേക്കബ് തോമസ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചിരിക്കുകയാണ്. സർക്കാരുമായി ഭിന്നതയിലായ ജേക്കബ് തോമസിനെ 3 തവണ സസ്പെൻഡ് ചെയ്തിരുന്നു. ഒടുവിൽ തിരിച്ചെടുത്ത് ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി നിയമിച്ചു. 2020 മെയിൽ വിരമിക്കുന്നത് വരെ ആ തസ്തികയിൽ തുടർന്നു. പിന്നീട് ആനുകൂല്യങ്ങൾ തടഞ്ഞു. സർക്കാരുമായി അടുപ്പമുള്ളവർക്ക് പ്രത്യേക പരിഗണനയെന്ന ആക്ഷേപമാണ് ഉദ്യോഗസ്ഥർക്കിടയിലുള്ളത്. ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടും ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് സർക്കാർ മാറ്റിയിട്ടില്ല. നിരവധി വിവാദങ്ങളും ആരോപണങ്ങളും ഉണ്ടായിട്ടും പ്രധാന തസ്തികകളാണ് അജിത് കുമാറിന് LDF സർക്കാർ നൽകിയിരിക്കുന്നത്. ഗുരുതര ആരോപണങ്ങളാണ് CPM MLA തന്നെ അജിത് കുമാറിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. സർക്കാരിൻ്റെ ഓഖി രക്ഷാപ്രവർത്തനങ്ങളെ വിമർശിച്ചതിൻ്റെ പേരിലായിരുന്നു ജേക്കബ് തോമസിൻ്റെ ആദ്യ സസ്പെൻഷൻ. 6 മാസം കഴിഞ്ഞപ്പോൾ പുസ്തകത്തിലൂടെ സർക്കാരിനെ വിമർശിച്ചതിന് 2ാമത്തെ സസ്പെൻഷൻ ലഭിച്ചു. ജേക്കബ് തോമസ് തുറമുഖ ഡയറക്ടറായിരിക്കെ ഡ്രഡ്ജർ വാങ്ങിയതിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു 3ാമത്തെ സസ്പെൻഷൻ. ഇത്രയും മുതിർന്ന ഉദ്യോഗസ്ഥനെ ഏറെക്കാലം സസ്പെൻഷനിൽ നിർത്താൻ കഴിയില്ലെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ വിധിയെ തുടർന്ന് സർവീസിൽ തിരിച്ചെടുക്കാൻ ആഭ്യന്തര വകുപ്പ് ശുപാർശ നൽകി. ട്രൈബ്യൂണൽ വിധി വന്നിട്ടും ആദ്യം സർക്കാർ അനുസരിച്ചില്ല. തുടർന്ന് ജേക്കബ് തോമസ് വീണ്ടും ട്രൈബ്യൂണലിനെ സമീപിച്ചു. ട്രൈബ്യൂണൽ സർക്കാരിൻ്റെ വിശദീകരണം ചോദിച്ചതിന് പിന്നാലെയാണ് തിരിച്ചെടുത്തത്. സീനിയർ DGP ആയിട്ടും പ്രധാന തസ്തിക നൽകാതെ ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറാക്കി അടച്ചുപൂട്ടലിൻ്റെ വക്കിലെത്തിയ സ്ഥാപനത്തിൻ്റെ തലപ്പത്ത് ആദ്യമായിട്ടാണ് IPS ഉദ്യോഗസ്ഥനെ നിയമിച്ചത്. വിരമിച്ചതിന് പിന്നാലെ ആനുകൂല്യങ്ങൾ ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചെങ്കിലും ലഭിച്ചില്ല. തുടർന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കുകയായിരുന്നു.